എനിക്ക് പേടിയായിരുന്നു. അതായത് ഇവിടെ അച്ഛനല്ല, എഴുത്തുകാരനാണ്. MT എന്നുള്ള റൈറ്ററോട് ഞാൻ പോയിട്ട് എനിക്കിത് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല രണ്ടാം മൂഴം. രണ്ടാം മൂഴം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരണം. ഇതിലെല്ലാവരും വന്നു എന്നുള്ളതിൽ അച്ഛനൊരു സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭീമൻ എന്ന കഥാപാത്രത്തിന്റെ കാര്യത്തിലെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താന്ന് വെച്ചാൽ അത് നമ്മളുടെ മാത്രം ഐഡിയ അല്ലല്ലോ, ഡയറക്ടറുടെ ഒരു കോളും കൂടിയാണ് അത്. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അപ്പം മാത്രമേ ഇത് പ്രാക്ടിക്കലാവൂ. അത് സിനിമയായി കാണാൻ അച്ഛൻ ഒരുപാട് അത് ആഗ്രഹിക്കുന്നുണ്ട്. നർത്തകി എന്ന നിലയിൽ ഏറെ പ്രശസ്തയാണ്. ഇപ്പോൾ സംവിധായികയും. MTയുടെ ചെറുകഥകൾ കോർത്തിണക്കിയ മനോരഥങ്ങളുടെ വിശേഷങ്ങളിലേക്ക് നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് മനോരഥങ്ങൾ എന്ന വഴിയിലേക്ക് എത്തിച്ചേർന്നത്? മനോരഥങ്ങൾ നമ്മുടെ കോവിഡ് ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്താണ് അതിൻ്റെ ഒരു വിത്ത് എൻ്റെ മനസ്സിൽ ഉണ്ടാവുന്നത്. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഒരുപാട് സിനിമകൾ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നെറ്റ്ഫ്ലിക്സിൽ സ്റ്റോറീസ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ കണ്ടു. ടാഗോറിൻ്റെ കഥകൾ 26 കഥകൾ അവരൊരു മനോഹരമായൊരു സീരീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ആലോചിച്ചുകൂടാ? അച്ഛൻ്റെ ഒരുപാട് കഥകളുണ്ട്, എന്തുകൊണ്ട് നമുക്കൊരു സീരീസ് ചെയ്തുകൂടാന്ന്. അതെങ്ങനെ ചെയ്യണം എന്തായതാന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല, പക്ഷെ അത് ചെയ്യണം എന്നൊരാഗ്രഹം ആദ്യം തോന്നി. അത് അച്ഛനുമായി ഷെയർ ചെയ്യുന്നു. അച്ഛൻ അത് നല്ലതാണ്, ആലോചിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അത് കുറച്ച് സുഹൃത്തുക്കളായിട്ട് ആലോചിക്കുന്നതും അതെങ്ങനെ ചെയ്യണം, അത് ഒരു പ്രൊഡക്ഷൻ ഹൗസ് വേണം നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതേത് സ്കെയിലിൽ വേണം എന്നുള്ളതൊക്കെ പിന്നീട് ഉണ്ടായതാണ്. പക്ഷെ മനോരഥങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെയാണ്. ഈ കഥകൾ, ഈ മനോരഥങ്ങളിൽ 9 കഥകളാണ്. എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു സെലക്ഷൻ? സെലക്ഷൻ ഒരു ഭയങ്കര പ്രോസസ്സാണ്. ആദ്യം അച്ഛൻ നീ ഇതാലോചിച്ചോ, നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാനൊരു 50 കഥകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി. അന്ന് 50 എണ്ണം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും വെച്ചില്ല. പക്ഷേ 1957 മുതൽ 1998 വരെയുള്ള പീരീഡിലുള്ള കഥകൾ, ഈ 50 എണ്ണത്തിൽ നിന്ന് പിന്നെ അതൊരു 20 എണ്ണമായി. അപ്പോൾ ഈ 20 എണ്ണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോന്നും വ്യത്യസ്തമായിരിക്കണം. അതിൻ്റെ പശ്ചാത്തലം, കഥാപാത്രങ്ങൾ അതൊക്കെയും വ്യത്യസ്തമായിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 20 എണ്ണം. ഈ 20 9 എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഡയറക്ടേഴ്സായിട്ടൊക്കെ സംസാരിച്ച് അവർക്ക് ചില കഥകൾ അവർക്ക് ക്ലിക്കാവും, അവരുടെ മനസ്സിൽ അത് അപ്പീലിംഗ് ആയി തോന്നും, അവർക്കത് ചെയ്യാൻ പ്രചോദനം ആവും ചില കഥകൾ. അപ്പം അങ്ങനെ ചില കഥകൾ സെലക്ട് ചെയ്തു. പിന്നെ 2-3 കഥകൾ അതിൽ ഉണ്ടാവണം എന്ന് എനിക്കൊരു സെൽഫിഷ് മോട്ടീവ് ഉണ്ടായിരുന്നു, അതാണ് സത്യം. കാഴ്ച അങ്ങനെ ഒരു കഥയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥയാണ്. അപ്പം ഞാൻ അതെന്തായാലും ചെയ്യണം എന്ന്, ഇതിൻ്റെ ഭാഗമാവണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. പിന്നെ ഷെർലക്ക് അങ്ങനെ ഒരു കഥയാണ്, പക്ഷേ അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. കോവിഡ് കാലഘട്ടമാണ്, വിദേശത്താണ് മുഴുവൻ കഥ നടക്കുന്നത്. അപ്പോൾ നമുക്കത് ഷൂട്ട് പോസിബിൾ ആവുമോ ഇല്ലയോ എന്നൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും നമ്മളത് ഉൾപ്പെടുത്തി. നമുക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഈ 9 എണ്ണത്തിൽ എനിക്ക് തോന്നുന്നു 7ാമതൊക്കെയാണ് നമ്മൾ ഷെർലക്ക് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും എന്തായാലും ഓപ്പൺ ആവും എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. കഥകൾ സെലക്ട് ചെയ്തത് നമുക്ക് ഏകദേശം ഇപ്പോൾ നിങ്ങൾ കാര്യം പറഞ്ഞു. സംവിധായകരിലേക്ക് എത്തിയ ഒരു വഴി, ഇപ്പോൾ പ്രിയദർശനുണ്ട്, രഞ്ജിത്തുണ്ട്, 8 സംവിധായകരാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ സംവിധായകരെ തിരഞ്ഞെടുത്ത ഒരു രീതി? ഡയറക്ടേഴ്സിൻ്റെ കാര്യം ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം അച്ഛനോട് പറഞ്ഞതെന്താ വെച്ചാൽ, ഇവിടെ 20-30 കൊല്ലമായിട്ട് അച്ഛൻ്റെ ഒരു കഥ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് ആദ്യം പരിഗണിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആകുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പ്രിയൻ സാറിലേക്കും ജയരാജ് സാറിലേക്കും ശ്യാം സാറിലേക്കും എത്തുന്നത്. ഇവരൊക്കെയും പല കുറി അച്ഛനെ കണ്ട് പല പ്രോജക്ട്സും ആലോചിച്ച് എന്തൊക്കെയോ കാരണം കൊണ്ട് നടക്കാതെ പോയതാണ്. അപ്പം അങ്ങനെയാണ് അവരുടെയൊക്കെ. ജയരാജേട്ടൻ 34 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. അപ്പം അങ്ങനെയുള്ള
ആളുകൾക്ക് ആദ്യം പ്രയോറിറ്റി കൊടുത്തു. പിന്നെ അതിനുശേഷം സന്തോഷ് ശിവൻ ഒരു കഥ ചെയ്യണം എന്നുള്ളത് ഒരു മ്യൂച്വൽ ഡിസിഷനായിരുന്നു അച്ഛൻ്റെയും എൻ്റെയും. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള ഡയറക്ടേഴ്സിന് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് എല്ലാ ജനറേഷനെയും നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഏറ്റവും പുതിയ മുൻനിരയിൽ നിൽക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളും ഇതിൻ്റെ ഭാഗമാവണം എന്നൊരു ആലോചനയും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഡയറക്ടേഴ്സിലേക്കൊക്കെ നമ്മൾ എത്തുന്നത്. സത്യത്തിൽ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്താൻ ആദ്യത്തെ സംരംഭമാണ്, നമുക്ക് സാധിച്ചില്ല. അത് വലിയ സങ്കടമുള്ള കാര്യമാണ്, പക്ഷേ ദിസ് ഈസ് ഹൗ ഇറ്റ് ഹാപ്പൻ. ഇപ്പം മലയാള സിനിമാ രംഗത്തേക്ക് ഉൾപ്പെടെ വനിതകളും ഈ സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. 9 ചിത്രങ്ങളിൽ വിൽപ്പന എന്ന ഒരു കഥ മാത്രമാണ് താങ്കൾ ഡയറക്റ്റ് ചെയ്തത്. എന്തുകൊണ്ട് ഈ മറ്റ് പാഞ്ചലി മേനോൻ ഉൾപ്പെടെയുള്ള കുറേ പരിമിതമാണെങ്കിലും ആളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ഇവരാരെങ്കിലും സമീപിച്ചിരുന്നോ? ഇത് ആക്ച്വലി വിൽപ്പന എന്നുള്ള കഥ വേറൊരു ഡയറക്ടർ സംവിധാനം ചെയ്യാൻ വെച്ചിരുന്നതാണ്. വനിത തന്നെയായിരുന്നു? അല്ല, വേറൊരു മെയിൽ ഡയറക്ടർ ചെയ്യേണ്ടതായിരുന്നു. ഒരു ബോളിവുഡിലൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്ലാൻ. പക്ഷെ അതെന്തുകൊണ്ടോ ആ ഡിസ്കഷനിൽ അത് പോസിറ്റീവായി വന്നില്ല. അപ്പോൾ പിന്നെ ആ കഥ വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സ്റ്റോറി ആലോചിക്കാം എന്ന് ഇങ്ങനെ ഡിസ്കഷനൊക്കെ നടന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സരിഗമയുടെ ടീമാണ് എന്നോട് ചോദിച്ചത്. ഞാൻ പലപ്പോഴും ഈ സ്റ്റോറിയുടെ നറേഷനിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് പലതവണ. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് എന്നിലേക്ക് ഇതെത്തുന്നത്. ഞാൻ പലതവണ വേറെ പല പേരുകളും ഞാൻ പറഞ്ഞു, ഇവരെ നിങ്ങൾ നോക്കിക്കോളും എന്ന് വെച്ചാൽ നമ്മുടെ മാത്രം ഡിസിഷനല്ല. അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ പ്രൊഡക്ഷൻ ഹൗസിന് അതിലൊരു സേ ഉണ്ട്. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഭിപ്രായം എടുക്കണം, ഇവരുടെയൊക്കെ അപ്രൂവൽ വേണം. അപ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് നമ്മൾ കൊടുക്കുന്നു, അതിനപ്പുറത്ത് ഇവരുടെയൊക്കെ ഒരു അപ്രൂവൽ വേണം. എന്ന് വെച്ചാൽ അവരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്ലാറ്റ്ഫോമാണ് ഇത് എടുക്കാൻ പോകുന്നത്, റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെയും കൂടി ഒരു അഭിപ്രായം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് യാദൃച്ഛികമായിട്ട് എന്നിലേക്ക് വരികയായിരുന്നു, അല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം മാറ്റി നിർത്തിയതൊന്നുമല്ല. സത്യത്തിൽ എൻ്റെ അജണ്ടയിലേ ഇല്ല ഡിറക്ഷൻ എന്ന് പറയുന്നത്. അത് ആ സമയത്ത് ഇവരെല്ലാം കൂടി നിർബന്ധിച്ചു, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്താൽ ശരിയാവും എന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നതാണ്, അല്ലാതെ ഒരു കോൺഷ്യസ് ഡിസിഷനേ ആയിരുന്നില്ല. സംവിധായിക എന്ന രീതിയിൽ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു എന്താ പറയുക, നൃത്തത്തിൻ്റെ മേഖലയിൽ സ്റ്റേജ് പ്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല DVDs ഡാൻസിൻ്റെ ബന്ധപ്പെട്ട DVDs ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ള ബന്ധം എന്നല്ലാതെ സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. ഈ വിൽപ്പന എന്ന കഥയോട് മകൾ എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആത്മബന്ധം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മകൾ എന്ന രീതിയിലല്ല, ഒരു സ്ത്രീ എന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ കാഴ്ചയും വിൽപ്പനയും രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉള്ള കഥകളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു പെൺകുട്ടിക്കും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഈ കഥാപാത്രങ്ങളായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിലൊരു കണക്ഷൻ ഉണ്ടാവും. നമ്മളൊക്കെ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മളൊക്കെയും കടന്നു പോയിട്ടുള്ള സംഘർഷാവസ്ഥകൾ ഇവരും കടന്നു പോകുന്നുണ്ട്, ഈ ക്യാരക്ടേഴ്സും. അപ്പോൾ ആ വിധത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഗീത പാരേഖിനോട് ഒരുപാട് അടുപ്പം തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളും നമ്മളുടെ ചുറ്റും കാണുന്ന സ്ത്രീകൾ അവരനുഭവിക്കുന്നതും ഒക്കെ അതിൻ്റെയൊക്കെ അംശങ്ങൾ ആ ക്യാരക്ടറിലുണ്ട്. സോ അങ്ങനെ റിലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അച്ഛൻ്റെ കഥകൾ എന്നതിനേക്കാൾ MTയുടെ ഒരു കഥ സംവിധാനം ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി എങ്ങനെയായിരുന്നു നേരിട്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ഇതൊന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ശ്രമിച്ചു. സത്യത്തിൽ അത് വേണ്ട എന്ന് ഞാൻ വളരെ ഇതായിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഇവർ വിട്ടില്ല. എന്നിട്ട് അവസാനം സന്തോഷ് ശിവൻ സാറിനെ കൊണ്ട് എന്നെ ഇരുത്തി എനിക്ക് ക്ലാസ് എടുത്തു തന്നു. ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പക്ഷേ അദ്ദേഹം ഒരുപാട് ഉപദേശിച്ചു. എന്നോട് പറഞ്ഞു, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല,
നീ അത് ചെയ്യണം, നിനക്കത് ചെയ്യാൻ പറ്റും, ആ കഥ നിനക്ക് നല്ലോണം അറിയാം, അത് മാത്രം മതി. ആ കഥയുടെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുന്ന ഒരാൾ, ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ ആ തിരക്കഥയോട് ചേർന്ന് നിന്ന് നിനക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നൊരു ധൈര്യം തന്നത് സത്യത്തിൽ സന്തോഷേട്ടനാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എൻ്റെ ഒരു ടീമിനെ സെറ്റപ്പ് ചെയ്യുന്നത്. ആ ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എനിക്ക് അറിയാം ഇത് വലിയൊരു സാഹസമാണ്, വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു MT എന്ന് പറയുന്ന റൈറ്ററോടുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് അച്ഛൻ എന്നത് മാറ്റി വെച്ചാൽ. അപ്പോൾ ആ വിധത്തിൽ എന്താ പറയുക, ഒരുപാട് ഭയത്തോടെയാണ് ഞാനിതിനെ സമീപിക്കുന്നത്. ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് വീണു. അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ളത് സ്മൂത്തായിട്ടങ്ങ് പോയി. ഈ ആസിഫ് അലിയിലേക്കൊക്കെ എങ്ങനെയാണ് ഈ കഥാപാത്രത്തിന് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം? സുനിൽ ദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു 35-ൻ്റെ ഉള്ളിൽ ഏജുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉള്ള ആക്ടേഴ്സിനെയൊക്കെ മനസ്സിലൂടെ ഓടിച്ചു പോയപ്പോൾ എനിക്ക് ആസിഫിൻ്റെ മുഖമാണ് അതിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ അത് പ്രൊഡ്യൂസേഴ്സിനും പ്ലാറ്റ്ഫോമിനും താല്പര്യമായിരുന്നു ആ പേര് സജസ്റ്റ് ചെയ്തപ്പോൾ. അങ്ങനെയാണ് ആസിഫിലേക്ക് എത്തുന്നത്. ആസിഫ് സമ്മതിച്ചില്ലെങ്കിൽ മാത്രം വേറെ എന്തെങ്കിലും ഒരു ആളിലേക്ക് പോവാം എന്നായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. ഭാഗ്യത്തിന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആസിഫിലേക്ക് എത്തുന്നത്. സംവിധാന രംഗത്ത് ഇനിയും സജീവമായി തുടരാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? ആ ക്രാഫ്റ്റ് ഞാൻ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. ആ പ്രോസസ്സ് ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു വല്ലാത്ത ടെൻഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ സത്യത്തിൽ ആ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരുപാട് കംഫർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എഴുതി വെച്ച വാക്ക് ഇമേജായി കാണുമ്പോഴുള്ള ഒരു സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അത് വിഷ്വലായി കാണുമ്പോഴുള്ള ഒരു സന്തോഷം. അപ്പോൾ തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. സിനിമ കണ്ടിട്ട് MT എന്ന ചലച്ചിത്രകാരൻ്റെ നിരീക്ഷണം എന്തായിരുന്നു? അങ്ങനെ പ്രത്യേകിച്ച് വീട്ടുകാരെ കുറിച്ച് അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്ന ആളല്ലല്ലോ. അല്ല, ഞാൻ സിനിമ മകൾ എന്നുള്ള രീതിയിലല്ല, സിനിമ കണ്ട സമയത്ത്. സിനിമ കണ്ടിട്ടും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞേനെ. സിനിമ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ മോശമാണെന്നും പറഞ്ഞിട്ടില്ല, നല്ലതാണെന്നും പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ എൻ്റെ ഡാൻസ് പെർഫോമൻസസും പലതും കാണാൻ വന്നിട്ടുണ്ട്. മുഴുവൻ ഇരുന്ന് കാണും, എന്നിട്ട് എണീച്ച് പോവും. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ ചർച്ചകളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ അതേ രീതി തന്നെയായിരുന്നു ഇതിലും. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നുന്നു. അച്ഛൻ്റെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ വലിയ പാകപ്പഴകളൊന്നും അതിലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു അച്ഛൻ്റെ കഥ സിനിമയാക്കുക എന്നുള്ളത് അച്ഛനെയും മകളെയും സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മകളാണോ അച്ഛനാണോ? അത് എനിക്കിപ്പോൾ അറിയില്ലല്ലോ, അച്ഛൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ലല്ലോ. പക്ഷെ മനോരഥങ്ങൾ എന്ന ഒരു സംഗതി ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റി, ഇതിലെല്ലാവരും വന്നു എന്നുള്ളതിൽ അച്ഛനൊരു സന്തോഷമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് വളരെ സാധാരണതയിൽ കവിഞ്ഞ് അച്ഛൻ വളരെ ഹാപ്പി ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പം പിന്നെ ഇതൊരു എന്താ പറയുക, ഒരുപാട് പേര് കൊതിച്ചിട്ട് കിട്ടാത്തൊരു സംഗതി എനിക്ക് കിട്ടി. അത് ഞാൻ ഒട്ടും വിചാരിക്കാതെ എനിക്ക് കിട്ടി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ അശ്വതി ശ്രീകാന്ത് എന്നായിരുന്നു നേരത്തെയൊക്കെ, ഇപ്പോൾ അത് അശ്വതി V നായർ എന്നായി. അത് ബോധപൂർവമുള്ളൊരു പരിണാമമാണോ? അല്ല, ഇതിലെന്താ സംഗതി എന്ന് വെച്ചാൽ എൻ്റെ ഡാൻസ് ഫീൽഡിൽ ഞാനിപ്പോഴും അശ്വതി ശ്രീകാന്ത് തന്നെയാണ്. പക്ഷേ ഇതിൽ ഒഫീഷ്യൽ നെയിമാണ് ഇപ്പോൾ പലരും ഈ വെരിഫിക്കേഷനൊക്കെ വേണ്ടുമ്പോൾ എൻ്റെ ഒഫീഷ്യൽ നെയിം അശ്വതി V നായർ തന്നെയാണ്. എൻ്റെ എല്ലാ രേഖകളിലും അതാണ് പേര്, ഞാൻ പേര് മാറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാരണം കൊണ്ട് പിന്നെ വേറൊരു പേര് നമുക്ക് ഇടണ്ട എന്നുള്ള തീരുമാനമായിരുന്നു. ഈ ഷൂട്ടിംഗ് സമയത്ത് പൂർണ്ണമായി സെറ്റിൽ അച്ഛനുണ്ടായിരുന്നോ, അല്ല എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ
അച്ഛൻ ഓരോ സമയത്തും തന്നിരുന്നോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല. എനിക്ക് പേടിയായിരുന്നു. എനിക്ക് ഒരു സത്യത്തിൽ അത് പേടി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു നമുക്ക് ബഹുമാനം കൂടിയിട്ടുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഇവിടെ അച്ഛനല്ല, എഴുത്തുകാരനാണ്. അപ്പോൾ അങ്ങനെ MT എന്നുള്ള റൈറ്ററോട് ഞാൻ പോയിട്ട് എനിക്കിത് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യമൊന്നുമില്ല. ഞാനൊരു തുടക്കക്കാരി മാത്രമാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, അച്ഛനും അമ്മയും ആദ്യത്തെ ദിവസം സെറ്റിൽ വരണം എന്നുള്ളത് ഞാൻ ആവശ്യപ്പെട്ടു. തുടങ്ങുന്ന സമയത്ത് അവരുടെ ഒരു പ്രസൻസ് എനിക്ക് വേണ്ടതായിരുന്നു. ആ പ്രസൻസിലൂടെ അവരുടെ ബ്ലെസ്സിങ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ടുപേരും വന്നു. ഞങ്ങൾ മുകളിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. താഴത്തെ റൂമിൽ ഒരു മോണിറ്റർ വെച്ച് ആദ്യത്തെ ദിവസം അച്ഛൻ ഇരുന്ന് കണ്ടു ഷൂട്ട്. രണ്ടാമത്തെ ദിവസവും ഉച്ചവരെ അച്ഛൻ കണ്ടു, എന്നിട്ടാണ് മടങ്ങിയത്. പക്ഷെ ഒന്നിലും ഇടപെട്ടൊന്നുമില്ല. പക്ഷെ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. ഓരോ ഷോട്ടും കൃത്യമായിട്ട് ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. എനിക്ക് ആ പ്രസൻസ് ആയിരുന്നു ആവശ്യം. MTയുടെ മറ്റ് ഏതെങ്കിലും കഥകൾ സിനിമയാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അയ്യോ, ഒരുപാട് കഥകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ 50-ന്ന് 20 ആയപ്പോൾ ഈ 20-ന്ന് 9 ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിലൊരുപാട് എനിക്കിഷ്ടപ്പെട്ട കഥകളുണ്ട്. അപ്പോൾ ഓരോന്നും മാറ്റി വയ്ക്കുമ്പോൾ നമുക്ക് നെഞ്ചു പൊട്ടും. അയ്യോ, ഇതും കൂടി ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക്. പക്ഷേ നമ്മുടെ നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഈ സീരീസിൽ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ഞാൻ കൊണ്ട് നടക്കുന്ന വേറൊരു കഥയാണ് കൽപ്പാന്തം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കഥയാണ്. പിന്നെ കുറേ ഉണ്ട്, പക്ഷേ കൽപ്പാന്തം അതൊരു എന്താ പറയുക, ഒരു ബ്രില്യൻറ്റ് സ്റ്റോറിയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സ്, അത് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ക്ലൈമാക്സാണ്. വിഷ്വലി പകർത്തിയെടുക്കുക എന്ന് പറയുന്നത് ആരായാലും ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് സ്റ്റോറി. അപ്പോൾ അത് എപ്പോഴെങ്കിലും സിനിമയായി കാണണം എന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യണമെന്നൊന്നുമില്ല, ആരെങ്കിലും ചെയ്താലും. പക്ഷേ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ടു ബ്രിങ് ടു ദ സ്ക്രീൻ. ഈ മനോരഥങ്ങൾക്ക് ഇനി കൂടുതൽ തുടർച്ച ഉണ്ടാകുമോ? ഇത് എങ്ങനെ വിജയമാവുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക്. പക്ഷേ ഒരുപാട് പേരിപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ്റെ കഥകൾ നമുക്ക് സിനിമയാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലൊരു സീരീസ് ഇത്രയും വലുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഉണ്ടായിക്കൂടായില്ല. ഈ പാട്ട് പാടും എന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒട്ടേറെ സാധ്യതകൾ ഉണ്ടായിട്ടും അങ്ങനെ ഒരു മേഖലയിലേക്ക് വരാതിരുന്നത്? പാട്ട് ഞാൻ എൻ്റെ ഒരു സ്വകാര്യ ഇഷ്ടത്തിന് പഠിച്ചതാണ്. എനിക്കങ്ങനെ കച്ചേരി ചെയ്യണമെന്നോ അങ്ങനത്തെ പാട്ടുകാരി ആവണമെന്നുള്ള മോഹമൊന്നുമല്ല. പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. സംഗീതം ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ അമ്മ നന്നായി പാടും. അമ്മയുടെ സിസ്റ്റർ, അവരുടെ ഫാമിലിയിൽ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതായിരിക്കണം എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 17 വർഷം കർണാടക സംഗീതം പഠിച്ചു. എന്താണെന്ന് വെച്ചാൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. എനിക്ക് രാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും പിന്നെ അതെനിക്ക് ഡാൻസിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്, ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ ആസ് എൻ ആർട്ടിസ്റ്റ്, ഡാൻസർ. ഓരോ പ്രൊഡക്ഷനും കൺസീവ് ചെയ്യുമ്പോൾ അതിൻ്റെ മ്യൂസിക് കോമ്പോസിഷനിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാൻ, കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ പാട്ടുകാരി ആവണം എന്നുള്ള മോഹമൊന്നും ഉണ്ടായിട്ടില്ല. അത് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. അതെന്താണെന്ന് അറിയാനുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. ഇത് ഒരു വെല്ലുവിളിയായി രണ്ടാം മൂഴം എന്ന സിനിമ സംവിധാനം ചെയ്യാൻ നിങ്ങളെ മുന്നിലേക്ക് കിട്ടിയാൽ അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം അശ്വതി കാണിക്കുമോ? ഇല്ല. ഇറ്റ്സ് എ വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ. ഞാനൊരു തുടക്കക്കാരിയല്ലേ. എനിക്കിതിനെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ഞാൻ ഒറ്റ സിനിമ, ഒരു കുഞ്ഞു സിനിമയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാനൊരിക്കലും അങ്ങനത്തെ സാഹസത്തിന് മുതിരില്ല. എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയ സിനിമയാണ്, അതൊരു വലിയ പ്രോജക്റ്റാണ്. അത് കൃത്യമായിട്ട് അതിനെ പ്ലേസ് ചെയ്യാനും അതിനെ കൺസീവ് ചെയ്യാനും പറ്റുന്ന ഒരു ഡയറക്ടർ വേണം. അതിനോട് 100% ആ കഥയോട് നീതി പുലർത്തുന്ന ഒരാളായിരിക്കണം.
അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരണം. അതിന് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. രണ്ടാമതും നമുക്കങ്ങനെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അതിന് ഒരുപാട് സമയം പ്രീ പ്രൊഡക്ഷൻ, 1.5-2 വർഷം പ്രീ പ്രൊഡക്ഷൻ ആവശ്യമുണ്ട്. പക്ഷെ ഞാനത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം എൻ്റെ ഉള്ളിലുണ്ട്. എന്ന് വെച്ചാൽ അച്ഛൻ ഒരുപാട് അത് ആഗ്രഹിക്കുന്നുണ്ട്, അത് സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മലയാളികളും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്, പുസ്തകം വായിച്ച എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം, അത് നടപ്പിലാക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ്. അതിന് വേണ്ടിയുള്ള ഒരു പക്ഷേ ഡെസ്റ്റിനി ഹാഡ് ദിസ് പ്ലാൻ ദറ്റ് ഞാൻ ഇതിലൂടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് എനിക്കതിൻ്റെ എക്സിക്യൂഷനിൽ കൂടെ നിൽക്കാനുള്ള ഒരു ധൈര്യം മനോരഥങ്ങളിലൂടെ ഞാൻ ആർജിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഉൾപ്പെടുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ട് 2ാം ഊഴം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നല്ല കണ്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരുപാട് പേര് പ്രൊഡ്യൂസേഴ്സ് നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത ഒരു രീതി, മനോരഥങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത ഒരു രീതി സാധാരണ ഇവിടെ സിനിമ ചെയ്യുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊരു ലൈൻ പ്രൊഡക്ഷൻ രീതിയാണ്. ഇപ്പോൾ അത് ബോളിവുഡിലൊക്കെ ഉണ്ട്, ബോളിവുഡിലുണ്ട്, ഹോളിവുഡിലുണ്ട്. ആ ഒരു രീതിയാണ് നമ്മൾ ഇവിടെ ഓപ്പറേഷണലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്ട്രീം ലൈൻഡായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു ഉദ്ദേശമുണ്ട്. ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിന് ഇപ്പോൾ പലരും അപ്രോച്ച് ചെയ്യുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങളിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് തരാം. അപ്പോൾ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അതിന് നമ്മളൊരു സർവീസ് ഫീ വാങ്ങുക, ദാറ്റ് ഈസ് ഓൾ. അല്ലാതെ ഇതിൽ ഇറ്റ്സ് എ വെരി ട്രാൻസ്പെറൻറ്റ് പ്രോസസ്സ്. ഇപ്പോൾ ഈ ട്രാൻസ്പെറൻസി ഒരു വലിയ കീ ആയിട്ട് ഇതിൽ വരികയാണ്. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലൊരു ടീമുള്ളപ്പോൾ തീർച്ചയായിട്ടും 2ാം ഊഴത്തിൻ്റെ എക്സിക്യൂഷന് നമുക്ക് കൂടെ നിൽക്കാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് ബിഗ് ബഡ്ജറ്റ് ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ചിലപ്പോൾ സിനിമ മറ്റു പലരിലേക്കും മാറാൻ ചാൻസ് ഉണ്ടോ? കാരണം കേരളത്തിലാകുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതിൻ്റെ താരങ്ങളെ സെലക്ട് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് മറ്റ് മേഖലകളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ടോ? അതായത് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സിനിമയല്ല 2ാം ഊഴം. 2ാം ഊഴം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരണം. എന്നാൽ മാത്രമേ അതിൻ്റെ ബഡ്ജറ്റിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രയും വലിയ ലെവലിൽ ചെയ്യേണ്ടുന്ന ഒരു വർക്കാണ്. അറിയാമല്ലോ അതിൻ്റെ സെറ്റിങ്ങും അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്രിമൈസും അതിൽ വരേണ്ട ഒരുപാട് VFXും കാര്യങ്ങളും ഒരുപാടുണ്ട്. യുദ്ധം, പിന്നെ ഓരോ കാലഘട്ടവും നമ്മളത് കാണിക്കുന്നത് എത്രമാത്രം ചാലഞ്ചിങ് ആണ് പ്രൊഡക്ഷൻ വൈസ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് തന്നെ നമുക്കതിനെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. മലയാളത്തിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. ഇപ്പം ഡയറക്ടറിലൊക്കെ ഇന്ന് വരെ നമ്മൾ സംവിധായകൻ ആരാവും എന്നൊരു കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇല്ല. ഭീമൻ എന്ന കഥാപാത്രത്തിൻ്റെ കാര്യത്തിലെങ്കിലും തീരുമാനത്തിലെത്തിയിട്ടുണ്ടോ? ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ മാത്രം ഐഡിയ അല്ലല്ലോ, ഡയറക്ടറുടെ ഒരു കോളും കൂടിയാണത്. അവരുടെ ഒരു ക്രിയേറ്റീവ് കോളാണ്. അപ്പോൾ ഡയറക്ടർ ആരാണോ, ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പാണ് അദ്ദേഹം. ഇതിനെ കൊണ്ടുപോയി അതിൻ്റെ റിലീസ് വരെ എത്തിക്കേണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ആരാണോ, ആര് ചെയ്താലും അവരുടെ ഒരു വിഷൻ അനുസരിച്ച് കാസ്റ്റിങ്ങും കാര്യങ്ങളും വരണം. ഓഫ് കോഴ്സ് അത് പ്രൊഡക്ഷന് വയബിൾ ആവുകയും വേണം. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. ഡയറക്ടറുടെ ചോയ്സ് അത് പ്രൊഡക്ഷനും കൂടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ വരുവാണെങ്കിൽ അപ്പം മാത്രമേ ഇത് പ്രാക്ടിക്കൽ ആവുള്ളൂ. വിൽപ്പന എന്ന കഥയിലെ ഒരു വരി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഓരോ വിജയങ്ങളും അത്ഭുത കഥകളാണ്. അതെ. മനോരഥങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നന്ദി. താങ്ക് യു.